പൊള്ളുന്ന വിഷയമാണ് PMശ്രീ. LDFന് ഏറെ പൊള്ളിയതുമാണ്. പൊള്ളിച്ചത് UDF ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, മുസ്ലിം ലീഗാണ്. വലിയ ആരോപണമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് LDF സർക്കാരിനെതിരെ, പിണറായി വിജയന് എതിരെ. BJPയും CPMും തമ്മിൽ, പ്രത്യേകിച്ച് പിണറായി വിജയനും തമ്മിൽ ഡീലുണ്ട്. അതിൻ്റെ ഉത്തമ തെളിവാണ് PMശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്, അത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഇതൊക്കെയായിരുന്നു അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ. അത് വെറുതെ പറയുന്നതായിരുന്നില്ല, തെരഞ്ഞെടുപ്പിൽ ചൂടുള്ള രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് PMശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് CPMും BJPയും തമ്മിലുണ്ടാക്കിയ ഡീലാണ് എന്ന്. KM ഷാജി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് താഴോട്ടുള്ള മുഴുവൻ നേതാക്കളും പ്രസംഗിച്ച് നടന്നു. KM ഷാജിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPMകാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PMശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പിണറായി വിജയനും BJPയും തമ്മിലുള്ള ഡീലിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് PMശ്രീ പദ്ധതി. UDF അധികാരത്തിൽ വന്നാൽ പദ്ധതി എടുത്ത് ചവറ്റുകൊട്ടയിലിടും എന്ന് പറഞ്ഞ KM ഷാജിയുണ്ട്. KM ഷാജി മാത്രമാണോ പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. 2025 ഒക്ടോബർ 24 UDF അധികാരത്തിലെത്തിയാൽ PMശ്രീ പദ്ധതി നടപ്പിലാക്കില്ല. ഫണ്ട് BJPയുടെ ഔദാര്യമല്ല, അത് ജനങ്ങളുടെ ഫണ്ടാണ്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പറഞ്ഞത് ആ വാർത്തയാണ്, 24 ന്യൂസ് കൊടുത്ത വാർത്ത. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒന്നടങ്കം ഏറ്റുപറഞ്ഞ കാര്യമാണ് PMശ്രീ പദ്ധതി നടപ്പാക്കില്ല. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പറയുക മാത്രമല്ല, PMശ്രീ പദ്ധതി CPMും BJPയും തമ്മിലുള്ള ഡീലിന്റെ ഉദാഹരണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതും നാം കണ്ടതാണ്. എന്നാൽ ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നു, മുസ്ലിം ലീഗ് നേതാക്കൾ മന്ത്രിമാരായിട്ടുണ്ട്. KM ഷാജി മന്ത്രിയാണ്, N ഷംസുദ്ദീൻ മുസ്ലിം ലീഗിന്റെ നേതാവ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തോട് PMശ്രീ പദ്ധതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് പഠിക്കട്ടെ, നോക്കട്ടെ, ആലോചിക്കട്ടെ, UDF മറുപടി പറയും എന്നാണ്. കേൾക്കാം വാക്കുകൾ. പൊളിറ്റിക്കലായിട്ടും അതിലൊരു സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ടല്ലോ. അതെ. അപ്പോൾ അതൊരു UDFന്റെ തീരുമാനത്തിന് അനുസൃതമായിട്ടാണ് നമുക്ക് ആ കാര്യത്തിലൊരു നയം സ്വീകരിക്കാൻ കഴിയാം. KM ഷാജി ഇപ്പോൾ മിണ്ടുന്നില്ല, PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്, എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്നറിയില്ല, അത് നോക്കട്ടെ, അതിനുവേണ്ടി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടിയ ശേഷം പഠിച്ചിട്ട് പറയും എന്നൊക്കെയാണ്. എന്നാൽ അന്ന് ഇങ്ങനെയായിരുന്നില്ല പറഞ്ഞത്. പദ്ധതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ അന്നത്തെ വീര്യത്തോടുകൂടി എന്തേ ഇന്ന് പറയാൻ കഴിയുന്നില്ല VD സതീശന്, മുഖ്യമന്ത്രിക്ക്, PK കുഞ്ഞാലിക്കുട്ടിക്ക്, KM ഷാജിക്ക്, M ഷംസുദ്ദീന്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? 1000 കോടി രൂപയോളം കേരളത്തിന് ലഭിക്കാനുണ്ട്. ആ പണം നമുക്ക് ലഭിക്കണം, നമുക്ക് ലഭിക്കേണ്ട പണമാണ്. അത് തടഞ്ഞു വെച്ചിരിക്കുന്നു. PMശ്രീ പദ്ധതി നടപ്പാക്കിയാലേ ഈ തുക നൽകുകയുള്ളൂ എന്ന് പറയുന്നു. സത്യത്തിൽ ഈ തുക കേരളത്തിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ട തുകയാണ്, കേരളത്തിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ട തുകയാണ്. സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിലാണ് ശമ്പളം കൊടുക്കുകയും ഉച്ചഭക്ഷണത്തിന് പണം അനുവദിക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ന്യായമായി ലഭിക്കേണ്ട തുക അത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് PMശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ചത്. ഒരു തരത്തിലും BJPയുടെ വിദ്യാഭ്യാസ നയം എന്ന് വെച്ചാൽ സിലബസ് പരിഷ്കരണം, സംഘപരിവാറിന്റെ അജണ്ട കുത്തി തിരികിയ സിലബസ് പരിഷ്കരണം നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. കേന്ദ്ര സർക്കാർ പല പാഠഭാഗങ്ങളും പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ അത് പഠിപ്പിക്കാൻ പ്രത്യേക പാഠപുസ്തകം ഇറക്കിയ സർക്കാരാണ് കേരളം ഭരിച്ചത്, LDF സർക്കാർ. V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെയുള്ള ഒരു സർക്കാർ ഉത്തമ വിശ്വാസത്തിലെടുത്ത തീരുമാനം, പണം വേണം, പക്ഷേ വിദ്യാഭ്യാസ നയത്തിൽ, കരിക്കുലത്തിൽ മാറ്റം വരുത്തില്ല, ഈ നിലപാടോടുകൂടി പണം വാങ്ങിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അതിനെയും തടഞ്ഞു. എന്തിനു വേണ്ടി? കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പാടില്ല, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല എന്ന ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട്, അതുമാത്രമല്ല അത് രാഷ്ട്രീയമായി
CPM-നെ പിണറായി വിജയനെ തേജോവധം ചെയ്യാനും ഉപയോഗിച്ചു. പക്ഷെ ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഉരുണ്ട് കളിക്കുന്നു എന്ന ചോദ്യം ഉറപ്പായും ഉയർന്നു വരും. നിലപാടെടുത്ത് എന്താണോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയണ്ടേ ഭരണപക്ഷത്തിന്, UDF-ന്, മുസ്ലിം ലീഗിന്? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ ഒന്നും മിണ്ടുന്നും കാണുന്നില്ല. പറയട്ടെ അവർ വായ തുറന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന്. എന്തുകൊണ്ടാണ് ഉരുണ്ട് കളിക്കുന്നത്?